ഹലോ ഗൈസ്, പഞ്ചാഗ്നിയിൽ ഒടുവിൽ കലിയടക്കാനാകാത്ത നമ്മുടെ അമൃത കലാവതിയുടെ കാരണം പുകച്ച് മറുപടി കൊടുക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കലാവതി വന്ന് അവിടെ കല്യാണമൊക്കെ കുളം തോണ്ടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമൃത സ്വന്തം ജാതകത്തെ പഠിക്കുന്നുണ്ട്. ഇതെന്റെ ജാതക ദോഷമാണ്, വിവാഹത്തിന് ഒരുങ്ങി നിൽക്കാനേ എനിക്ക് യോഗമുള്ളൂ, പക്ഷേ താലി എന്റെ കഴുത്തിൽ വീടാൻ എനിക്ക് യോഗമില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ കലാവതി വന്ന് പറയുന്നുണ്ട്, മോളെ അങ്ങനെ ഒന്നും പറയില്ലേ, മഹേന്ദ്രൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ വന്ന് ഈ നിമിഷം നിന്റെ കഴുത്തിൽ താലി കെട്ടും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തന്നെ അമൃത, ഈ നിർത്തടി, എന്റെ അഭിയല്ലാതെ വേറൊരാളും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല, ഇനി അഭിക്ക് കെട്ടാൻ മനസ്സില്ലെങ്കിൽ പോലും ഞാൻ വിവാഹം ചെയ്യാതെ അവിടെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനനും പറയുന്നുണ്ട് കലാവതിയോട്, നിന്റെ അനിയനേക്കാൾ കെട്ടിക്കുന്നതിന് നല്ലത് എന്റെ മകൾ കെട്ടാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേന്ദ്രനും കുറെ പറയുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ അമൃതയുടെ ആ ഒരു കലിയടക്കാനാകാത്ത ഒരു രൂപം നമുക്ക് പ്രേക്ഷകർക്ക് ഇന്ന് കാണാൻ സാധിച്ചു. അപ്പൊ കലാവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല അമൃതയുടെ ഇങ്ങനെ ഒരു മാറ്റം കേട്ടോ. അപ്പൊ എന്തായാലും കലാവതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പകച്ച് പോകുന്നൊക്കെ ഉണ്ട്. കലാവതി വിചാരിച്ചു, അയ്യോ അങ്ങനെ എന്റെ കല്യാണം നടക്കില്ല, എന്നെ ആരും കെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമൃത ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ആ ഒരു ഇതിൽ ഗോളടിക്കാൻ വേണ്ടിയാണ് മഹേന്ദ്രന്റെ കാര്യം പറഞ്ഞത്. മഹേന്ദ്രന്റെ കാര്യം കേട്ടപാട് നമ്മൾ അമൃതയ്ക്ക് അങ്ങോട്ട് കലിയടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാവരും കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം, നിങ്ങൾ എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കാലുകുത്തിയോ അന്ന് ഞങ്ങളുടെ സമാധാനം തുടയം എന്താ പറയുക ഇല്ലാതായതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഞ്ചരത്നങ്ങൾ ഒന്നടങ്കം നമ്മുടെ കലാപതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്നേനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.